നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മൾ നാരായണീയം പകർത്തി എഴുതാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 3 ദിവസമായി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 2 ദശകമാണ് നമ്മൾ എഴുതിയത്. എല്ലാവരും എഴുതിയിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. ഇന്ന് എഴുതാൻ പോകുന്നത് 3ാമത്തെ ദശകമാണ്. 3ാമത്തെ ദശകത്തിൽ പറയുന്നത് ഭക്തി പ്രാർത്ഥനയാണ്. അപ്പോൾ അത് എഴുതാനായിട്ട് തുടങ്ങുന്നതിന് മുൻപായിട്ടേ ഒരമ്മയ്ക്ക് ഉണ്ടായ അനുഭവം കൂടെ പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ. ആ അമ്മ ഇന്നലെ എഴുതാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു കളഭത്തിൻ്റെ ഒക്കെ ഗന്ധം അനുഭവപ്പെട്ടു. ശരിക്കും ഞാൻ അതിശയിച്ചു പോയി അതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ. കാരണം കളഭത്തിൻ്റെ ഗന്ധം അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ ഒക്കെ ഗന്ധം നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യമായിട്ടാണ് പറയുക. ഞാൻ ഭഗവാന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്ന കുറച്ച് സന്ദർഭങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലാണ് ഈ കളഭത്തിൻ്റെ ചന്ദനത്തിൻ്റെ ഒക്കെ ഗന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ്. കാരണം നാരായണി എന്ന് പറയുന്നത് ഭഗവാൻ എത്രയോ പ്രിയപ്പെട്ട ഒന്നാണ്. അപ്പം അത് എഴുതാനായിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ അവിടെ വന്ന് നിൽക്കും. അതൊക്കെ കാണാനായിട്ട് ഇഷ്ടത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം അതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നിട്ടോ. പിന്നെ വേറൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എഴുതിയ ഭാഗങ്ങളുണ്ടല്ലോ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാമെന്ന്. കാരണം രാവിലെ വിഷ്ണു ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഭക്ത അയച്ചു കൊടുത്തത്. അതായത് അവരെഴുതിയിട്ടുള്ള ഭാഗം അയച്ചു കൊടുത്തതാണ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കണ്ടിട്ടാണ് അങ്ങനെ അയച്ചു തരാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം അത് ഒന്ന് ബോധിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഞങ്ങൾ ചെയ്തു എന്നൊരു തൃപ്തി വരാൻ ഒരാളെ അറിയിച്ചു കഴിഞ്ഞൊരു സന്തോഷമാണല്ലോ. അപ്പം അങ്ങനെ അയച്ചു തരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ആരും അത് ചെക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല. നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ബോധിപ്പിക്കേണ്ടത്. ഭഗവാനാണെങ്കിലും അത് നോക്കിയിട്ട് മാർക്ക് ഇടാനൊന്നും ഭഗവാൻ ഇരിക്കില്ല. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു തെറ്റുണ്ടെങ്കിലും ഭഗവാൻ എന്താ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യാം. പിന്നെ അങ്ങനെ അയച്ചു തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അതിന് വേണ്ടി മാത്രമായിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങാം കേട്ടോ. നാരായണീയം പകർത്തി എഴുതുന്നവർക്ക് മാത്രമായിട്ട്. ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാണ്. അപ്പോൾ അതിൽ അഡ്മിൻസിന് മാത്രമേ പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് നാരായണീയം പകർത്തി എഴുതുന്നവർക്കായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങാം. അപ്പോൾ അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അത്രയാണ് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് 3ാമത്തെ ദശകം എഴുതി തുടങ്ങാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദശകം 3 ഭക്തി പ്രാർത്ഥന. പടന്തോ നാമാനി പ്രമദപര സിന്ധൗ നിപതിതാ, സ്മരന്തോ രൂപം തേ വരദഗദയന്തോ ഗുണകദാ, ചരന്തോ യേ ഭക്താ ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേ, പ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണോ കുരുദയാം. ഭവൽപാദാംബോജ സ്മരണരസികോ നാമ നിവഹാനഹം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. കൃപാതേ ജാതാ ചേദ് കിമിവ നഹി ലഭ്യം തനുഭൃതാം, മദീയ ക്ലേശൗഗ പ്രശമനദശാ നാമ കിയതി, ന കേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ, ഭവദ്ഭക്താ മുക്താ സുഗഗതിമസക്താ വിദദദേ. മുനി പ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ, ഭവൽപാദംബോജ സ്മരണ വിരുജോ നാരദമുഖാ. ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരചിത്
സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം. ഭവദ്ഭക്തിസ്പീദാ ഭവതു മമ സൈവ പ്രശമയേ ദശേഷക്ലേശൗഗം ന ഖലു ഹൃദി സന്ദേഹകണികാ. ന ചേദ്യാസസ്യോക്തി തവ ച വചനം നൈകമവജോ ഭവേന്മിഥ്യാരത്യാ പുരുഷവചനപ്രായമഖിലം. ഭവദ്ഭക്തിസ്താവൽ പ്രമുഖമധുരാ ത്വൽഗുണരസാൽ കിമപ്യാരൂഢാ ചേദഖില പരിതാപപ്രശമനീ. പുനശ്ചാന്ദേ സ്വാന്ധേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമദ പ്രാർത്ഥ്യമപരം. വിദൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവൽ ക്ഷേത്ര പ്രാപ്തൗ കരമഭിജതേ പൂജനവിധൗ. ഭവൻ മൂർത്യാലോകേ നയനമദതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭി തേ ചാരുചരിതേ. പ്രഭൂതാദിവ്യാധി പ്രസവ ചലിതേ മാമഗഹൃദി ത്വദീയം തദ്രൂപം പരമസുഖചിദ്രൂപമുദിയാൽ. ഉദഞ്ചദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാ പരിഭവാൻ. മരുൾഗേഹാദീശ തൊയ്ഗലു പരാഞ്ജോഭിസുഖിനോ ഭവൽ സ്നേഹീ സോഹം സുബഹുപരിതപ്യേ ജഖിമിദം. അകീർത്തിസ്തേ മാ ബുദ്ധ്വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ജഡിതി ഗുരുമാം കംസധമനാ. കിമുക്തൈർഭൂയോബി തവ ഹി കരുണായാവദുദിയാദഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതാ. പുരക്നുപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാ ശക്തി വ്യക്തം നദിനുദിനി സേവാ വിരജയൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.